സുഹൃത്തുക്കളെ, ഭരിക്കുന്ന പാർട്ടിക്കാരാണെങ്കിലും എതിർ പാർട്ടിക്കാണെങ്കിലും അവർ ചെയ്ത സേവനങ്ങൾ മാത്രം മുൻനിർത്തിയിട്ട് അവരെ പ്രകടന പത്രിക മുൻനിർത്തിയിട്ട് മാത്രം വേണം വോട്ട് ചോദിക്കാൻ. ഞങ്ങളെ അപകീർത്തിപ്പെടുത്തുന്ന രൂപത്തിൽ ഒരു പോസ്റ്റ് കാണാനിടയായി ഫേസ്ബുക്കിനകത്ത്. നിമിഷങ്ങൾക്കകം അത് അപ്രതീക്ഷമായിട്ടോ ഏതോ തന്തയില്ലാത്ത ഐഡിയിൽ നിന്നാണ് വന്നിട്ടുള്ളത്. അത് സത്യസന്ധമാണെങ്കിലും അല്ലെങ്കിലും അതിൻ്റെ യഥാർത്ഥ പ്രതികളെ പുറത്തു കൊണ്ടുവരണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. അതിന് വേണ്ട നിയമ നടപടി എത്രയും പെട്ടെന്ന് സൈബർ വിഭാഗം കൈക്കൊണ്ട് അവരെ പൊക്കിയിരിക്കണം. മാത്രമല്ല, അതിൻ്റെ പേരിൽ ചില വ്യക്തികളെ തേജോവധം ചെയ്യുന്ന രൂപത്തിലും കണ്ടു. എന്തായാലും രണ്ടുപേർക്കും ഒരു പങ്കില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇനി രണ്ടാമത്തെ വ്യക്തിക്ക് അഫ്സൽ പാണക്കാടിന് പങ്കുണ്ടെങ്കിൽ അതും പുറത്തു കൊണ്ടുവരണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്നല്ല, ചെയ്തത് വളരെ മോശമായി പോയി. അത് ഏത് സൈബർ വിങ് ആണ് ചെയ്തിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. എന്തായാലും ഇടതുപക്ഷ പ്രൊഫൈൽ ഹാൻഡലുകളിൽ നിന്ന് അത് ഷെയർ ചെയ്യുന്നുണ്ട്. അതൊരിക്കലും ചെയ്യരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അത് സത്യമല്ല, അത് വ്യാജമാണ്. അതോടൊപ്പം തന്നെ അഫ്സൽ പാണക്കാടിനെ ഭീഷണിപ്പെടുത്തുന്ന രൂപത്തിലും കാണാനിടയായി. ആ വ്യാജ ID അഫ്സലിനെ ഫോളോ ചെയ്തു എന്നുള്ള കാരണം കൊണ്ടാണ് അഫ്സലിന്റെയും ഇതുപോലെ തേജോവധം ചെയ്യുന്നതായി കാണുന്നത്. എന്നാലും അദ്ദേഹത്തിന് പങ്കില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പങ്കുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ പങ്കും പുറത്തു കൊണ്ടുവരണം. എന്തായാലും ഇലക്ഷനിൽ വികസനങ്ങളും അവരുടെ പ്രകടന പത്രികകളും മാത്രം മുൻനിർത്തിക്കൊണ്ട് വോട്ട് ചോദിക്കുക. ഇലക്ഷൻ ഇന്നും നാളെയും കഴിയും. അത് കഴിഞ്ഞാൽ സൗഹൃദങ്ങളും എന്നും നിലനിൽക്കണം. നാട്ടിലെ ഐക്യം, സ്നേഹം, സൗഹാർദ്ദം എന്നും നിലനിൽക്കണം. അത് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. ആ രൂപത്തിൽ വേണം വോട്ട് ചോദിക്കാനും പ്രചരണങ്ങൾ നടത്താനും. അപ്പോൾ ഓക്കെ.